ഇതാണ് ആളുടെ ഡ്രസ്. ഇഷ്ടായോ? ആലോചിച്ചിട്ട്, കാരണം ഞാൻ പറഞ്ഞു പിടിപ്പിച്ചതാ വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയാവുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ലാസ്റ്റ് ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഒരു അംബ്രല ഫ്രോക്കായിരുന്നു നമ്മളവിടെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ യോക്ക് പോർഷൻ എടുക്കുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ യോക്ക് പോർഷൻ ആണ്. അതിൻ്റെ നല്ല വശം ഞാൻ നാട്ടെ ഇതുപോലെ തിരിച്ചിട്ടുണ്ട്. നല്ല വശം മീൻസ് അതായത് ആ ഒരു വർക്കൊക്കെ വരുന്ന നല്ല ഭാഗം, അതായത് ഫ്രണ്ടിൽ വരുന്ന ഭാഗം, അതിവിടെ ഞാൻ നല്ല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ലൈനിങ് എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നല്ല ഭാഗത്ത് നമ്മൾ ലൈനിങ് അതിൻ്റെ നെക്ക് ഭാഗത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ നെക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ലൈനിങ് ആയിട്ട് ഇവിടെ ക്രേപ്പാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ കറക്റ്റ് അതിൻ്റെ ഷോൾഡറിൽ രണ്ട് ഷോൾഡറിലായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിൻ വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭാഗത്താണ് ലൈനിങ് വെച്ചേക്കുന്നത്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതാണ്. ഇതുപോലെ സൈഡിലൂടെ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുത്തുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നീങ്ങി പോകത്തില്ല. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും മുത്ത്, അതായത് മുത്തല്ല മറ്റേ മുത്തുള്ള പിന്നില്ലേ ആ ടൈപ്പ്, അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നല്ല ഈ കത്രിക വെച്ച് കാണിക്കുന്നുണ്ടല്ലേ, അതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഷർ ഫുട്ട് വീതിയിലോ, 1/2 ഇഞ്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആലോചിക്കുക, ഏറ്റവും താഴേക്ക് വരുമ്പോൾ അതായത് ആ ഒരു കോർണർ ഭാഗം നമ്മളൊരു വീനക്ക് ടൈപ്പല്ല, ഞാൻ ആ ഒരു നെക്ക് എന്ത് നെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ആലില പോലത്തെ ഒരു കഴുത്തുമല്ല, എന്നാൽ ഒരു റൗണ്ട് നെക്കും അല്ല. ആ നെക്കിന് അതായത് താഴെ പോർഷൻ വരുമ്പോൾ കുത്തി നിർത്തിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതെല്ലാം മായ്ച്ചു കളഞ്ഞേക്കും. ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ കാണിച്ചു തന്നെ ആ സിസേഴ്സ് വരച്ച് കാണിച്ച ഭാഗത്തൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിറക്കിയാൽ മാത്രം മതി. അപ്പം പ്രഷർ ഫുട്ട് വീതിയിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ശ്രദ്ധിക്കണം, ഈ പിന്നിരിക്കുന്ന ഭാഗത്തൂടെ ഒരിക്കലും മെഷീൻ വെച്ച് ആക്കരുത്. കാരണം സൂചി ഒടിഞ്ഞു വന്നായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ അങ്ങനെ ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാണ്ടെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെല്ലാം മാറ്റി, അതായത് ഞാൻ കുത്തി വെച്ചിരുന്ന പിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്രിക വെച്ചിട്ട് ഇത് ഫുള്ള് കട്ട് ചെയ്തില്ല. ഈ എക്സ്ട്രാ കിടക്കുന്ന ഭാഗമില്ല, എക്സ്ട്രാ മീൻസ് അകത്ത് വരുന്ന ലൈനിങ്, അകത്ത് കട്ടിങ് വീഴരുതേ, ശ്രദ്ധിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്നും ചെയ്യേണ്ടത്. നമ്മൾ ബാക്കിലെ യോക്ക് പോർഷനും ചെയ്യേണ്ടത്. ഫ്രണ്ട് യോക്ക് പോർഷൻ സ്പീഡിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. സെയിം ഇതുപോലെ തന്നെയാണ് നമ്മൾ പുറകിലത്തെ യോക്ക് പോർഷനിലും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലൈനിങ് ചേർത്ത് വെക്കുന്നത്. നമ്മൾ ഈ ഒരു ലൈനിങ്ങിൽ ഒരിക്കലും നെക്ക് കട്ട് ചെയ്യത്തില്ല. അതായത് ഞാനങ്ങനെ കട്ട് ചെയ്യത്തില്ല. ഇനി ലൈനിങ്ങിൽ വേണമെങ്കിൽ നെക്ക് കട്ട് ചെയ്ത് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കട്ട് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ഇത്ര ആക്കി എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിൽ കട്ടിങ് വീഴാത്ത രീതിയിൽ ഇതുപോലെ കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസേഴ്സിൻ്റെ തുമ്പ് ഭാഗം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ ഉണ്ട് തുമ്പത്ത് കട്ടിങ് വീഴണം കേട്ടോ. ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ കട്ടിങ് വീഴുന്നുണ്ട്, കാരണം കത്രികയ്ക്ക് മൂർച്ചയുള്ളതുകൊണ്ട് തന്നെ കട്ടിങ് വീഴുന്നുണ്ട്. വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ കിട്ടുന്നില്ല. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എങ്കിലേ നമ്മളിതുപോലെ തിരിച്ചിടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ഫ്ലെക്സിബിളായിട്ട് വരത്തുള്ളൂ. അത് ഓൾറെഡി എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. ലൈനിങ് എന്ന് ഞാൻ ഇട്ടാൽ എല്ലാ സ്റ്റിച്ചിങ് വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അതേതാണ്ട് ഇതുണ്ടോ, ഇതുപോലെ അങ്ങ് കയറ്റി കട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ ജസ്റ്റ് തുമ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഫുള്ളായിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അതെല്ലാം കൂടി കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് അങ്ങ് തിരിച്ചിടുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ തിരിച്ചിടുമ്പോഴത്തേക്ക് എന്താണ് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ പതിച്ചടിച്ചെടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവത്തില്ല, കാരണം എനിക്ക് പോലും മനസ്സിലാവുന്നില്ല ഞാനിത് എന്ത് ഷേപ്പാണ് കട്ട് ചെയ്ത് നിർത്തുന്നുള്ളത്. നമ്മളിനി പതിച്ചടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരത്തുള്ളൂ. പിന്നെ ആൾ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് എന്ത് മോഡലാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത്. അവൾക്ക് നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും അങ്ങനെ മോഡലൊന്നും വേണ്ട. ആളങ്ങനെ അധികം അങ്ങനെ മോഡലൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല. അവൾക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു അംബ്രല്ല ഫ്രോക്ക് വേണം. അത് കറക്റ്റായിട്ട് അതുപോലെ കിട്ടണം. ഞാൻ തമ്മിൽ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതുപോലെ വീനക്കും കാര്യങ്ങളാണ്. ആൾക്ക് വീനക്കൊന്നും വേണ്ട, റൗണ്ട് നെക്കാണെങ്കിലും കുഴപ്പമില്ല. അവൾക്ക് ഒരു അംബ്രല്ല ഫ്രോക്ക് മതി എന്നായിരുന്നിട്ട് ആഗ്രഹം. അങ്ങനെ അപ്പോൾ അതാണ്ട് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ പതിച്ചടിച്ചിറക്കണമെന്ന് വെച്ചാൽ അതിനോട് ചേർത്ത്, അതായത് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം സൈഡിൽ കൂടെ ഇങ്ങനെ പതിച്ചടിച്ചിറക്കി കഴിഞ്ഞാൽ യോക്ക് പോർഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സെയിം നമ്മൾ എന്താണ് ബാക്ക് പോർഷനിലും ചെയ്തെടുക്കുക.
താണ്ട് നമ്മൾ ഫ്രണ്ട് യോക്ക് പോർഷൻ നെക്കെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് താണ്ട് ഈ സൈഡിലൂടെ കുറച്ച് സ്റ്റിച്ച് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി, അത് കുറച്ച് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നിങ്ങൾ കാണി കൂട്ടി അടിച്ചാലും മതി കേട്ടോ. അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇതങ്ങോട്ട് ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല, കുറച്ച് ഇതേപോലെ തന്നെ അങ്ങ് ഇരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിറക്കി ഇത് ഇങ്ങനെ അടിച്ചിറക്കുക. അതേപോലെ തന്നെ ഈ സൈഡും ഇതുപോലെ ഇങ്ങനെ അടിച്ച് ഇറക്കുക. അതും കൂടി ചെയ്യുക. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് യോക്ക് പോർഷന്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ കാണി കൂട്ടിയിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. അങ്ങനെ ഇറക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഇതുപോലെ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് താഴെ സ്കേർട്ട് പോർഷനൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി എടുക്കത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എങ്ങനെയാണോ നമ്മൾ ഫ്രണ്ട് യോക്ക് പോർഷന് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് യോക്ക് പോർഷനിലും ഇതുപോലെ ചെയ്തെടുക്കുക. ചെറിയ കട്ടിങ്സ് കൊടുത്ത് തിരിച്ചിടുക, പിന്നെ പതിച്ചടിച്ചെടുക്കുക. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സൈഡും അടിച്ചിറക്കുക. അതായത് നീങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 യോക്ക് പോർഷനും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫുൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇരിക്കുന്നത്. യോക്ക് പോർഷനാണിത്. ഇത് ബാക്ക് നെക്ക് വരുന്നത്. ഇതിന്റെ രണ്ടിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. അതായത് ഷോൾഡർ തമ്മിൽ ഇതുപോലെ ചേർത്ത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളാണ്ട് ഇതുപോലെ എടുക്കുക. അപ്പം ഇത് ബാക്ക് വശം, ഇത് ഫ്രണ്ട് വശം. അപ്പം അതിന്റെ നല്ല വശങ്ങളല്ലേ ഇത്. അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ അതിന്റെ ഇതുപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഈ യോക്ക് പോർഷന്റെ ലൈനിങ് സ്പ്ലിറ്റ് ചെയ്യുക. പുറകിൽ നിന്ന് മറ്റേ യോക്ക് പോർഷന്റെ ലൈനിങ് കൂടി സ്പ്ലിറ്റ് ചെയ്ത് പുറകിലേക്ക് ആക്കുക. അപ്പൊ എന്താ, 2 ലൈനിങ് തമ്മിൽ ഒരുമിച്ചായി, 2 മെയിൻ തുണി തമ്മിലും ഒരുമിച്ചായി. അപ്പൊ നമുക്ക് വേണ്ട ഇതുപോലെ കിട്ടും. കണ്ട, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നിവർന്ന് കിട്ടിയല്ലോ, ഇവിടെ ഇങ്ങനെ ഈ ലൈനിങ് തമ്മിൽ ചേർത്ത് വെച്ച് നല്ല തുണിയും തമ്മിൽ ജോയിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് അടിച്ചിറക്കുക. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് താഴെ, നമ്മൾ അവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് അഥവാ തയ്യൽ തുമ്പിട്ടത്. ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ താണ്ടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതങ്ങൊന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി. തിരിച്ച് ഇതുപോലെ ഇടുക. ഇടുമ്പോൾ താണ്ടെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അകത്ത് കണ്ടോ, അകത്ത് ഇതുപോലാണ് ഷോൾഡർ വരുന്നത്. അതായത് നമ്മൾ ആ കട്ട് ചെയ്ത തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, നല്ല രീതിയിൽ കവറപ്പ് ആയിട്ട് കിട്ടും. ഇതേ സെയിം തന്നെയാണ് നമ്മൾ അടുത്ത ഷോൾഡറിലും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്കേർട്ട് പോർഷന്റെ മെയിൻ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ചീത്ത ഭാഗമാണ് കേട്ടോ. ചീത്ത ഭാഗം ഇത് അരഭാഗമാണ്, നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു, ആ അരഭാഗമാണ്. അവിടേക്ക് നമ്മൾ ലൈനിങ് ഇതുപോലെ തന്നെ ലൈനിങ്ങിന്റെ സെയിം വശം അവിടേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ 1/2 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി അത് ചെയ്തിട്ട് കാണാം. ഇതുപോലെ തന്നെ 2 സ്കേർട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ സ്കേർട്ടിന്റെ നെറ്റ് പോർഷനും ലൈനിങ് പോർഷനും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ ഞാൻ യോക്ക് പോർഷനായിട്ട് സ്കേർട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കോ കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സ്കേർട്ടിന്റെ നല്ല പോർഷനും നമ്മുടെ യോക്ക് പോർഷന്റെ നല്ല പോർഷനും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തിറക്കണം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ചെയ്തെടുക്കുക. ഞാൻ അതൊന്നും കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ യോക്ക് പോർഷൻ നല്ല ഭാഗത്ത് ഇതുപോലെ അത് നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം നമ്മുടെ സ്കേർട്ട്, അതായത് നമ്മൾ നെറ്റുമായിട്ട് ജോയിൻ ചെയ്ത സ്കേർട്ടിൻ്റെ പോർഷൻ അതിൻ്റെ നല്ല ഭാഗം അതിൻ്റെ നമ്മുടെ യോക്ക് പോർഷൻ്റെ താഴെ ഭാഗമായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് വിട്ടേക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ കറക്റ്റിന് ഒരറ്റം മുതൽ അങ്ങറ്റം വരെ സ്റ്റിച്ച് ചെയ്തിറക്കുക. ഇപ്പോൾ യോക്ക് പോർഷനും സ്കേർട്ടും തമ്മിൽ ജോയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് വെക്കണം. അതിനു മുന്നേ നമുക്ക് സ്ലീവ്, ആൾക്ക് ട്രാൻസ്പെറൻറ്റ് സ്ലീവ് വേണ്ട, ലൈനിങ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് നമ്മുടെ സ്ലീവിനോട് ചേർന്ന് അതേ അളവിന് ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിനി എന്താ വേണം, താഴെ എങ്ങനെയാണോ നമ്മൾ താഴെ സ്ലീവിന് മടക്കി അടിക്കുന്നത് അതുപോലെ മടക്കി അടിക്കുക.
ഇതുപോലെ മടക്കി അടിച്ച് 1 ഇഞ്ച് ഗ്യാപ്പിൽ ആദ്യം 1/2 ഇഞ്ച് ഒന്ന് മടക്കുക, പിന്നെ അതിന് ശേഷം അഗെയിൻ 1/2 ഇഞ്ച് കൂടി മടക്കിയിട്ട് ഇതുപോലെ മടക്കി അടിച്ച് അറ്റം വരെ ഇറക്കുക. ലൈനിങ് കൂടി കിടക്കുന്നുണ്ടല്ലോ, ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് എക്സ്ട്രാ തുണി ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനത് അഴിച്ച് പണിഞ്ഞ് വീണ്ടും ഒന്നേന്നും പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്തത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈനിങ് ഇട്ട് ഇതുപോലെ സ്ലീവ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നേന്നും പറഞ്ഞ് അഴിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം സ്ലീവ് ജോയിൻ ചെയ്യണം. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ സ്ലീവ് എങ്ങനെയാണോ ജോയിൻ ചെയ്തെന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊരു ബോറടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. അതിനുശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് ഷേപ്പ് അടിച്ച് താഴെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിറക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ താഴെ മടക്കി അടിക്കാൻ മറക്കല്ലേ, നമുക്ക് ലൈനിങ്ങും അതുപോലെ നമ്മുടെ മെയിൻ പീസിൻ്റെയും താഴ്ഭാഗം മടക്കിയും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഫുൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഞാൻ ഷേപ്പൊക്കെ കറക്റ്റ് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഇട്ട് നോക്കുമ്പോൾ ഇനി എന്തുവാന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് ഇട്ട് നോക്കി. അപ്പോൾ അതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നെക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നെക്ക് ഏകദേശം മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ പറയുമ്പോഴത്തേക്ക് അത് എന്ത് ഷേപ്പാന്ന് എനിക്ക് പറയാൻ അറിയില്ല. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കറക്റ്റ് അതുപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്തും ഇത്ര തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സത്യം പറയാലോ, എനിക്ക് അവൾ വരുന്നവരെ നല്ല ടെൻഷനായിരുന്നു. ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം കോളമായി കാണുമോ, അവൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ വിചാരിച്ച അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ. സ്ലീവിനങ്ങനെ ഇനി ഇറക്കം കുറഞ്ഞു കാണുമോ, ഇനി നെക്ക് ഇറങ്ങി കാണുമോ എന്നൊക്കെ ഉള്ള ഓരോ ഡൗട്ടുകളാണ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, അവർ ഇട്ട് നോക്കുന്നവരെ നമുക്കൊരു വല്ലാത്ത ടെൻഷനായിരിക്കും. പക്ഷെ ഇട്ട് കഴിഞ്ഞ് ആളുടെ മുഖത്തെ സന്തോഷം കൂടി കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അവൾ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒരു അംബ്രല ഇതുപോലെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആൾക്ക് ഇഷ്ടമായി, ആള് ഓക്കെ ഡൺ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവള് ഭയങ്കര സന്തോഷത്തോടെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. കീർത്തി ബാബുരാജ്, ദിസ് ഈസ് ഹെർ ഡ്രസ്. അപ്പൊ ഇതാണ് ആളുടെ ഡ്രസ്. ഇഷ്ടമായോ? ആലോചിച്ചിട്ട്, കാരണം ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാ, വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയാവുള്ളന്ന്. അതുകൊണ്ട് കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു ഇഷ്ടമായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം പാക്കലാം. ബൈ, ടാറ്റാ.